രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയുന്നത് ദശമത്തിലെ അവസാനത്തെ അധ്യായമായ 90-ാമത്തെ അധ്യായമാണ് പറയണത്. ഈ 90-ാമത്തെ അധ്യായത്തിൽ എന്താ പറയണത് വെച്ചാൽ ഭഗവാന്റെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ പറയണം. ഭഗവത് പത്നിമാരുടെ മഹത്വമാണ് പറയുന്നത്. പിന്നെ ദ്വാരകയെ കുറിച്ച് പറയുന്നു, ദ്വാരകയിലുള്ള ജനസംഖ്യകളെ കുറിച്ച് പറയുന്നു. ഭഗവാൻ നിരോധം എന്നുള്ള ലീല, അതായത് നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയുള്ള അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഏകാദശം തുടങ്ങുകയാണ്. ഈ അധ്യായത്തോടു കൂടിയിട്ട് ആ നിരോധം എന്നുള്ള ലക്ഷണം നിർത്തി ഭഗവാൻ ഏകാദശത്തിൽ മുക്തിയാണ് പറയുന്നത്. അത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ദ്വാരകയെക്കുറിച്ചും ദ്വാരകയിലുള്ള ജനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഭഗവത് പത്നിമാരെ കുറിച്ചാണ്. ഭഗവത് പത്നിമാരൊക്കെ എന്താ വെച്ചാൽ ഭഗവാന്റെ കൂടെയുള്ള ആ സഹവാസം കാരണം, ഭഗവാന്റെ കൂടെയുള്ള നിൽക്കലും നടക്കലും എല്ലാം കാരണം 24 മണിക്കൂറും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഗോപസ്ത്രീകളുടെ നിലയിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്. ഏത് നേരവും ഭഗവാനെ തന്നെ അവർ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അന്ന് തന്നെ ഭഗവാൻ ദ്വാരക ഉണ്ടാക്കുമ്പോൾ തന്നെ 9 ലക്ഷം കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. കാരണം ഭഗവാൻ അറിയായിരുന്നു ഇത്രേ 16,000 ഭാര്യമാരും പിന്നെ 16,108 ഭാര്യമാർ, അതിൽ 10 കുട്ടികൾ, അതിൽ ഓരോ പുത്രിമാരും, ഇത്രയും അധികം കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ 9 ലക്ഷം കൊട്ടാരം അത്രേ ആദ്യമേ ദ്വാരക പണിയുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പണിയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൊട്ടാരമൊന്നും ഇല്ലാണ്ട് ആൾക്കാർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭഗവാൻ ഗംഭീരമായിട്ട് ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഈ പത്നിമാർക്ക് ചെറിയൊരു വിഷമം, കാരണം വെളിച്ചാകുമ്പോഴേക്കും തന്നെ ഭഗവാൻ എണ്ണീറ്റ് പോവേ കോഴി കൂവുമ്പോൾ. അപ്പോൾ അവർക്ക് ഈ കോഴിയുടെ ഒരു ഇഷ്ടക്കുറവ്, ഇത് കോഴി കൂവുന്നതുകൊണ്ടാണല്ലോ വെളിച്ചാവണമെന്നുള്ള മാതിരി. കാരണം ഭഗവാൻ എണീക്കും, അത്രയേ ഉള്ളൂ. കാരണം ഭഗവാന്റെ അടുത്ത് കിടന്നിട്ട് അവർക്ക് പോരാ, മതിയായില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഭഗവാന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ നമുക്കും പോരല്ലോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ ഭഗവാൻ അടുത്തില്ലെങ്കിലും അവർ ഗോപസ്ത്രീകളെ മാതിരി ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. അവർക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഭഗവാനെ സേവിച്ചും കൊണ്ട് അവരവിടെ കഴിയണു. അപ്പോഴാണ് അവിടുത്തെ കണക്കെടുപ്പൊക്കെ നോക്കിയതാണ്. ധാരാളം ആൾക്കാർ ജനസംഖ്യാ കണക്കെടുക്കപ്പോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ അവർ പറയുകയാണ്, എന്താ കണക്കെടുത്തിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ, നേഴ്സറി സ്കൂളിലുള്ള കുട്ടികളില്ലേ, LKG കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ അവളുടെ എത്ര ആചാര്യന്മാരാണെന്ന് പറയണേ, 3,80,000 ആചാര്യന്മാർ എവിടെ LKG പിള്ളേരെ പഠിപ്പിക്കാൻ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അതിൽ ആ വജ്രനും ബാക്കിയുള്ളവരുടെയൊക്കെ കഥകൾ പറയുന്നുണ്ട്. രുക്മിണിയുടെ, സത്യഭാമയുടെ, ബാക്കിയുള്ള എല്ലാ കുട്ടികളുണ്ടായതും അവരുടെയൊക്കെ കഥ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അനിരുദ്ധൻ്റെ പുത്രനുണ്ടായി. അനിരുദ്ധൻ്റെ പുത്രനാണ് വജ്രൻ എന്ന് പറഞ്ഞ അവസാനത്തെ ഒരാളുണ്ടായത്. അദ്ദേഹമാണ് പിന്നെ ദ്വാരക താന്നു പോയതിനു ശേഷം മധുരയിലെ രാജാവായിട്ട് താമസിച്ചത്. അർജുനൻ ഇവിടുന്ന് കൊണ്ടുപോവുക അയാളെയാണ് എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയുള്ള അവരുടെ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അല്പായുസുക്കളായിരുന്നു. അങ്ങനെയുള്ള ദ്വാരകേനെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞ് ഭഗവാൻ പറയുകയാണ്, ഈ കൃഷ്ണൻ്റെ കഥാസ്മരണം ഈ 90 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ അനുസ്മരിച്ചാൽ തന്നെ മനസ്സ് എവിടേക്കും പോവില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഓരോരോ ഭാഗങ്ങളായിട്ടാണ്. ആദ്യം കുട്ടിയായിരിക്കുമ്പോഴുള്ള ലീലകൾ,
അത് കഴിഞ്ഞാൽ കുറച്ച് വലിയ കുട്ടിയാകുമ്പോഴുള്ള ലീലകൾ, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥനായിട്ടുള്ള ലീലകൾ, ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയാണ് വിസ്തരിച്ച് പറയണത്. അതൊക്കെ പറഞ്ഞ് നമ്മളതിനെ മനസ്സിലാക്കി തരികയാണ് ഭഗവാന്റെ ഈ 90 അധ്യായങ്ങളെ കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കണത്. അപ്പം പറയുകയാണ് ഇത്രയും ഭഗവാന്റെ ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടേക്കും പോവില്ല, അവിടെ തന്നെ നിൽക്കും. ഭഗവാനെ തന്നെ സ്മരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുഗ്രഹങ്ങളും കൂടി തന്നുകൊണ്ടാണ് ഈ ഇവിടെ ഈ 90ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടെ ഈ ദശമസ്കന്ധവും ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അത്രയും അധികം എന്താ പറയുക, ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് വലിയൊരു ത്രിലോകീഗ്രസ്തനായിട്ട് താമസിക്കുകയാണ്. ആരെ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.